അതിൽ ഞങ്ങളുടെ പല കോട്ട കൊത്തളങ്ങളും തകർന്നടിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പാടിയിട്ടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പാടിപ്പോയി. ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട് ഇതിനപ്പുറത്ത് ഒരു പാർട്ടി എന്ത് സ്വയംവർഷം നടത്തണം. സ്വയംവർഷം നടത്തി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാടി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായില്ല. ഞങ്ങൾ സ്വയംവർഷം നടത്തി. പിന്നെ അയ്യപ്പ സംഗമം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ല. ഞങ്ങളിപ്പോ തോറ്റിട്ടല്ല. അതിനർത്ഥം ഞങ്ങൾ ഇപ്പൊ തോക്കുന്നല്ല, ഞങ്ങൾ തിരിച്ചു വരും. ആ ഭാഗം ഞാൻ പിന്നീട് പറയാം. കുഞ്ഞാലിയെ പോലെ ഉഷിരന്മാരായ നേതാക്കന്മാർ അവരുടെ ജീവനും കൊളർത്ത് ജീവനും ജീവിതവും സമർപ്പിച്ച് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് CPM. ആ CPM വർദ്ധിത വീര്യത്തോടെ കേരളത്തിൽ തിരിച്ചു വരും, ഇന്ത്യയിൽ തിരിച്ചു വരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്താ നടക്കുന്ന അറിയോ? AKG ഭവൻ പോലീസ് റെയ്ഡ് ചെയ്യാണ്. ഐഷി ഘോഷ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ. ഐഷി ഘോഷ് ചെറിയ കുട്ടിയാ, 10-25 വയസ്സ് മാത്രം പ്രായമുള്ള ബംഗാളിൽ നിന്ന് ഡൽഹിയിൽ പഠിക്കാൻ വന്ന ഒരു കുട്ടി സമരമുഖത്തുണ്ടായിരുന്നു. ആ സമരമുഖത്തുണ്ടായതിന്റെ പേരിൽ ഒരു വനിതാ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ AKG ഭവൻ പോലീസ് വളയുന്നു. അവിടെ ബേബിയും ജോൺ ബ്രിട്ടാസും ഒക്കെ എത്തി. തൽക്കാലം പോലീസ് പിരിഞ്ഞുപോയി. എന്തിനാണ് പഠിക്കാൻ വരുന്നത്? ഇവിടെ കോൺഗ്രസ്സുകാരും മറ്റും പറയും അയ്യോ നിങ്ങൾ തകർന്നില്ലേ, ഞങ്ങൾ തകർന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ ഭരണകൂടം ഇപ്പോഴും ഭയപ്പെടുന്നത് കുഞ്ഞാലിയുടെ പിന്മുറക്കാരെയാണ്, കുഞ്ഞാലിയുടെ പാർട്ടിയാണ്. ഇവർ ഇപ്പോഴും ഞങ്ങളെ ഭയപ്പെടുന്നു. കാരണം അവർക്കറിയാം ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM അവശേഷിച്ചാൽ അവർ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരും. ഇപ്പോ രാജ്യം മോഡി ഭരിക്കുകയാണ്, നിങ്ങൾക്കറിയാലോ, 12 കൊല്ലമായി ഭരിക്കുകയാണ്. അപ്പൊ ചിലർ ചോദിക്കും ഇനി മോഡിയെ തോപ്പിക്കാൻ പറ്റുമോ, മോഡി ഭരണം ഇല്ലാതാകുമോ? ഇതിന് മറുപടി നൽകിയത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രി രാജിവെച്ചു. ഇത് കൗണ്ട് ഡൗൺ ആണ്. ഇനി ഓരോന്നായി അവസാനിക്കും. മോഡി യുഗം ഇന്ത്യയിൽ അവസാനിക്കും. കാരണം രാഷ്ട്രീയത്തിനൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട സ്ഥാപനങ്ങളെ നിയന്ത്രിച്ച് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ച് ഏറെക്കാലം മോഡിക്ക് പോകാൻ സാധിക്കില്ല. അതിന്റെ തുടക്കമാണ് ജൂലൈ 25 നമ്മൾ കണ്ടത്. മോഡി 12 കൊല്ലമായി കേട്ടോ ഭരിക്കാൻ തുടങ്ങിയിട്ട്. 12 വർഷമായി ഈ രാജ്യം കണ്ട ഏറ്റവും ദൈർഘ്യമുള്ള പ്രധാനമന്ത്രി മോഡിയാണ്. ദൈർഘ്യമുള്ള ഇത്രയും കാലം നെഹ്റു ആയിട്ടില്ല. നെഹ്റുവിന്റെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഇപ്പൊ മോഡി ഏറ്റവും കൂടുതൽ കാലം ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായ മനുഷ്യന്റെ പേരായി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന മോഡി മാറി. മോഡി അവസാനിക്കോ? ചില നിരാശ ചോദിക്കുന്നു ഇനി മോഡിനെ തോപ്പിക്കാൻ പറ്റുമോ? ഈ 12 വർഷക്കാലം ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടു. ഇന്ത്യയിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. ജുഡീഷ്യറിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. എക്സിക്യൂട്ടീവിനെ തങ്ങളുടെ വരുതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തലത്തിലും ഈ രാജ്യം ജനാധിപത്യ ഇന്ത്യ ദുർബലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ അവരിപ്പോ അവരാഗ്രഹിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നേതാവ്, ഒരു മതം, ഒരു പാർട്ടി. 1 നേഷൻ 1 ഇലക്ഷൻ 1 റിലീജിയൻ 1 ലീഡർ 1 പാർട്ടി. നടക്കുമത്? അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഈ രാജ്യം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് മോഡി ധരിക്കുന്നുവെങ്കിൽ അത് 2029 മോഡിക്ക് ബോധ്യപ്പെടും. തങ്ങൾ മുന്നോട്ട് വെച്ച തങ്ങൾ കണ്ട സ്വപ്നം അത് പാഴായി പോയി എന്നും തങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇവിടെ നടപ്പിലാക്കാൻ ഈ രാജ്യത്തിന് അനുവദിക്കില്ല എന്നും മോഡിക്ക് ബോധ്യപ്പെടും. കാരണം ഇന്ത്യയുടെ പ്രത്യേകത എന്താ? വൈജാത്യങ്ങൾ, വൈവിധ്യങ്ങൾ. അതാ ഇന്ത്യ. ഇവിടെ ഇപ്പോ വ്യത്യസ്ത ഡ്രസ്സുകളായിരിക്കുന്നില്ല, ഇതന്നെ ഇന്ത്യ. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രധാരണയുള്ളവർ, അവരെല്ലാം യോജിപ്പിക്കുന്നത് ഇന്ത്യ എന്ന വിശാലമായ ക്യാൻവാസാണ്. അതാണ് ഇന്ത്യ. ഇവിടെ ഇപ്പോ നിങ്ങൾ തന്നെ വ്യത്യസ്ത സാരി എടുക്കുന്നുണ്ട്. ഇവിടെ സാരി എടുക്കുന്നവരല്ല. നിങ്ങൾ കണ്ണൂരിൽ വന്ന് അവിടെ നിന്ന് 2 കിലോ മണിക്കൂർ യാത്ര ചെയ്താൽ കൊടകിലേക്ക് എത്തും. കൊടകിലേക്ക് എത്തുമ്പോൾ കൊടകിലെ സ്ത്രീകൾ ഇങ്ങനെയല്ല സാരി എടുക്കുക. കൊടക് പോയിട്ട് ആരെങ്കിലും സാരി എടുക്കുന്ന രീതി വ്യത്യസ്ത. ഇനി ഭക്ഷണം എങ്ങനെയാ? ഇവിടുത്തെ ഭക്ഷണമല്ല എന്റെ നാട്ടിലെ ഭക്ഷണം, തലശ്ശേരിക്കാരുടെ ഭക്ഷണം. ഇവിടുത്തെ ഭാഷയല്ല എന്റെ ഭാഷ. പ്രസംഗിക്കുമ്പോൾ ചില വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്റെ നാട്ടിലെ സ്ലാങ് ആണ്. വേഗം കീഞ്ഞു വാങ്ങൂ എന്ന് പറഞ്ഞാൽ മലപ്പുറക്കാർക്ക് മനസ്സിലാവൂല. ചോറ് വേച്ചില്ല മനസ്സിലാവൂല്ലേ? പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ ചോറ് വേച്ചിനോ ചോറിന് ഓൾപ്പെട്ടു. എന്തെന്ന് ചെന്നൈ പറയുന്നത്? ഇതാണ് ഇന്ത്യ. ഇതിനാണ് നമ്മൾ പറയുന്നത് ഡയലക്ട്സ്, നാട്ടുഭാഷ. ഇത്രയധികം നാട്ടുഭാഷകൾ, 22 അക്ഷരങ്ങളുടെ ഭാഷ ഉണ്ടില്ലേ? 22 അക്ഷരങ്ങളുടെ ഭാഷ. അതില് ആയിരക്കണക്കിന് നാട്ടുഭാഷകൾ. അതാണ് ഇന്ത്യ. ഈ ഇന്ത്യയിൽ ഏകമത രാഷ്ട്രമാക്കി മാറ്റാനും ഇന്ത്യയെ ഒരു മതത്തിന് കീഴിൽ കൊണ്ടുവരാനും ഇന്ത്യയെ ഒരു പാർട്ടിക്ക് കീഴിൽ കൊണ്ടുവരാൻ മോഡിക്ക് സാധിക്കോ? സാധിക്കില്ല. അതിനാരിപ്പോ എന്താ ശ്രമിക്കുന്നത്? ഭരണഘടന തിരുത്താൻ ശ്രമിക്കുന്നു. ഭരണഘടന തിരുത്താൻ ശ്രമിക്കുന്നു പറയുമ്പോൾ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഹിന്ദു മതവിശ്വാസികളെല്ലാം RSS ഒന്നല്ല കേട്ടോ. ഇത്രയധികം വിശാല കാഴ്ചപ്പാടുള്ള മറ്റൊരു മതം ഈ രാജ്യത്തിൽ ഇത്രയധികം വിശാല കാഴ്ചപ്പാടുള്ള. പക്ഷേ ഈ രാജ്യത്തെ ഹിന്ദുമത രാഷ്ട്രമാക്കി മാറ്റാൻ അവരെന്തിപ്പോ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു.
അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി. അപ്പോ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, പൗരത്വ നിയമ ഭേദഗതി പരാജയപ്പെടുത്തിയപ്പം ആ പൗരത്വ നിയമ ഭേദഗതി അവർ പിൻവാതിലൂടെ കൊണ്ടുവന്നു. അതാണ് SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടിക പരിഷ്കരണം. ആ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളെ കുറെ ആളെ പട്ടിക പുറത്താക്കി. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് പാർട്ടി ഓടിക്കാൻ ശ്രമിച്ച മോഡിയും കൂട്ടാളികളും അതിൽ പരാജയപ്പെട്ടപ്പോൾ പിന്നീട് SIR കൊണ്ടുവന്നു. ആ SIR-ലൂടെ അവർ ദളിതരാട്ടി ഓടിച്ചു. അതിലൂടെ അവർ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്കുള്ള വോട്ടവകാശം നിഷേധിച്ചു. ഇത് രണ്ടും കഴിഞ്ഞു. അടുത്തേതാ? ഇത് രണ്ടും കഴിഞ്ഞ അടുത്ത പാസ്പോർട്ടാ. പാസ്പോർട്ട് മലപ്പുറക്കാകുമ്പം പലരും വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ? പാസ്പോർട്ട് ഉണ്ടാവില്ലോ. ഇനി പറയുന്നത് പാസ്പോർട്ട് നിങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല. മോഡി പറയണ്ട, പറഞ്ഞേ പറ്റിയാൻ പറ്റും. പാസ്പോർട്ട് തന്റെ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്ന് നരേന്ദ്രമോദി പറയുന്നു. പിന്നെ എന്താ രേഖ? BJP ഓഫീസ് സീൽ വെച്ച് മേടിക്കണം. RSS-കാരൻ തരണോ? RSS-ന്റെ ശാഖയെ പറ്റി ഇതാ ഞാൻ ഈ രാജ്യത്തെ പൗരനാണെന്ന് RSS-ന്റെ ഗണ്ട് കാര്യവാഹി രേഖപ്പെടുത്തരണോ? എന്നെ പ്രചാരകന്മാർ ചേർത്ത് തരണോ സർട്ടിഫിക്കറ്റ്? പാസ്പോർട്ട് രേഖയല്ല പൗരത്വത്തിന് എന്ന് മോഡി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. മോഡി രാജ്യത്തെ പൗരന്മാരെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത പൗരന്മാരെ ഈ രാജ്യത്തെ ആട്ടി ഓടിക്കാൻ കുറുക്കൊഴികൾ സ്വീകരിക്കുന്നു. അതാണ് ഈ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഇവിടെ ഇവിടെ അങ്ങനെ തോറ്റല്ലോ, നല്ല തോൽവിയാ. പഞ്ചായത്തിൽ തോറ്റെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, പണ്ടേ ഇവിടെ തോക്കുന്നത്, ഇപ്പൊ തോറ്റു മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, സഖാവ് എന്താ പറ്റിയ? അത് SIR ആണ്. രാജ്യത്തെമ്പാടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി, RSS-ന് അനുകൂലമായി ഈ രാജ്യത്തെ മാറ്റി തീർക്കാൻ അവർ SIR ഉപയോഗിക്കുന്നു. പിന്നെ നേടിയ പരാതി പറയണ്ട. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കുട്ടി നിന്ന് മൂത്രയിച്ചതിനെ പറ്റി പരാതി പറയാൻ മാഷ് അച്ഛന്റെ അടുത്തേക്ക് പോയി കുട്ടികളെ കൂട്ടിയിട്ട്. അപ്പൊ നോക്കുമ്പോ അച്ഛൻ നടന്നു മൂത്രയിക്കുകയാണ്. ഏതാണ്ട് അതിന് സമായിപ്പോ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പട്ടിക അട്ടിമറിക്കപ്പെടുന്നു, തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നു. ഇതിനെപ്പറ്റി പരാതി കൊടുക്കാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എടുത്ത് പോയാലോ? മൂപ്പറാര ജ്ഞാനേഷ് കുമാർ, പക്ക RSS ആണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായി വരിയിലാക്കിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന സ്ഥാപനം, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അത് RSS-ന്റെ കയ്യിലെ ആടുകയും ചാടുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ആടുകയും ചാടുകയും ചെയ്യുന്ന കൊച്ചുരാമനായി മാറി ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ ആരാ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങൾ കുരങ്ങൻ പാമ്പിനെ പിടിച്ചാണ്ടില്ല. കുരങ്ങനെ പാമ്പിനെ പിടിക്കുക, കുരങ്ങൻ പാമ്പിനെ ഒറ്റപ്പെടുത്താൻ പിടിക്കും. പാമ്പ് കുരങ്ങന്റെ മുഖത്തേക്ക് നോക്കുമ്പോ കുരങ്ങൻ ഇങ്ങനെ നോക്കുക. ഏതാണ്ട് അതുപോലെയാ. ജ്ഞാനേഷ് കുമാറിനോട് പരാതി കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി ജ്ഞാനേഷ് കുമാറിനോട് പറഞ്ഞാലോ അദ്ദേഹം കേൾക്കാൻ തയ്യാറല്ല. രാജ്യസഭ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടു മധ്യപ്രദേശിൽ, പരാതി കേട്ടോ? ഇല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഇല്ലാതാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യുടെ ഏജന്റായി മാറുന്നു. അത് മാത്രമാണോ? ഇനി ജുഡീഷ്യറിയോ? ജുഡീഷ്യറിയിലിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ നിരുത്തരവാദപരമായ പരാമർശമാണല്ലോ കോക്രോച്ച്. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൂറാന്ന. പക്ഷെ കൂറാന്ന് പറയാൻ നമുക്ക് മടിയിലുണ്ട്. നമ്മൾ പറയും പാറ്റ പാർട്ടി. ഈ പാറ്റ പാർട്ടിയെ പാറ്റയായി കണ്ട് ആ പാറ്റ അവസാനം മോഡിയെ മുട്ടുകുത്തിച്ചില്ലേ? അപ്പൊ നിരാശയ്ക്ക് യാതൊരു അടിസ്ഥാനമുണ്ട് കേട്ടോ. ഇലക്ഷൻ കമ്മീഷണർ BJP, ജുഡീഷ്യൽ സംവിധാനം BJP-ക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു. പക്ഷേ നിരാശയ്ക്ക് യാതൊരു വഴിയുമില്ല. കാരണം നിരാശയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തെ യൗവനം അതിശക്തമായ പ്രക്ഷോഭം ജന്തർ കാഴ്ചവെച്ചത്. ഇവിടെ ഇപ്പൊ ഇവർ മാത്രമാണോ? എങ്ങനെ BJP ജയിക്കുന്ന വോട്ട് കൊണ്ടല്ല. BJP-ക്ക് ആരെ കണ്ടുകൂടെ? BJP-യുടെ കൂടെ ED ഉണ്ട്, BJP-യുടെ കൂടെ CBI ഉണ്ട്, BJP-യുടെ കൂടെ ജുഡീഷ്യറി ഉണ്ട്, BJP-യുടെ കൂടെ സകല ആൾക്കാരുണ്ട്. കല്ല് കരട് കാഞ്ഞിലെ കുറ്റി മുതൽ മുള്ളുമുള്ള മറക്കുംപാമ്പ് വരെ BJP-യുടെ കൂടെയാണ്. നിങ്ങളെല്ലാരെയും കൂട്ടി കോലിട്ടിളക്കിയിട്ടും അവസാനം ധർമ്മേന്ദ്ര പ്രധാന രാജിവെക്കേണ്ടി വന്നില്ലേ മോഡി? മോഡി അവസാനം തുറുപ്പുകലാണ്. എന്താ തുറുപ്പുകലാണ്? മോഡിയുടെ സ്ഥിരം തുറുപ്പുകലാണ് എന്താ അറിയോ? രാജ്യം അതിഗുരുതരമായ പ്രതിസന്ധി നേരിടുമ്പോൾ മോഡിക്കെതിരെ കലാഭൂമി ആളുകൾ വരുമ്പോൾ മോഡിയുടെ പ്രസംഗമായിരിക്കും മേരി പ്യാരെ ദേശവാസിയോ. മോഡി മൊബൈൽ ഫോണിൽ സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്ത് പറഞ്ഞു, ഇതാ നിങ്ങളെല്ലാം കൂടി എന്നെ കൈച്ചലാക്കി തരണം. പക്ഷെ നരേന്ദ്രമോദിയുടെ പിറകിൽ ജനമില്ല. അധികാര സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തി എന്തൊക്കെ നടക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുന്നു. അതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പ്രമുഖമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പോയി, അത് വളർത്തി കളഞ്ഞു. മറ്റൊരു പാർട്ടി ഉദ്ധവ് താക്കറെയുടെ ശിവസേന UBT, അതും വളർത്തി. അടുത്ത ലക്ഷ്യം ആരാ? അടുത്ത ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം, അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയാണ്. അപ്പൊ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വളർത്തുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെ ED ഉപയോഗിച്ച് വലയിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്ത പ്രക്രിയക്കാണ് RSS BJP നേതൃത്വം കൊടുക്കുന്നത്. അവർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. അതിന്റെ ഹെഡ് സർസംഘചാലക് മോഹൻ ഭാഗവതാണ്. അവര് പറയുന്ന മോഡിയോട് നിങ്ങൾ വരും. മോഡി എന്ന് പറഞ്ഞ പ്രത്യേകത എന്താ? മൂപ്പർ വല്ലപ്പോയി മാത്രം എന്താ 12 വർഷം ഉണ്ടായ മാറ്റം? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക, എന്താണ് 12 വർഷത്തെ മോഡി ഭരണത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ മാറ്റം? എന്തേലും മോഡി പറഞ്ഞ ഓർമ്മ നിങ്ങൾക്ക്? മോഡി വരുന്ന ഇലക്ഷന് ഞാൻ മത്സരിച്ച ഒരാളാണ്.
2014 മോഡി വന്ന് ആ ഇലക്ഷനിൽ വടകരയിൽ ഞാൻ മത്സരിച്ചത്. എന്നെ പറ്റി ലീഗാരി പിത്തിനൊക്കെ പറഞ്ഞ അവസാനം ഞാൻ 3000 വോട്ടിൽ തോറ്റു. മരണപ്പിത്തിനെയാണ്. പിത്തിന എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞാൽ പിത്തിനെ ഹെഡ് ഓഫീസ് അവര്. പിന്നെ ഒരു കള്ളപ്പഹയൻ കൊണ്ടുവന്നു എന്റെ അതേ പേരുകാരനെ. 4500 വോട്ട് പിടിച്ചു, ഞാൻ 3000 വോട്ട് തോക്കുകയും ചെയ്തു. ആ ഇലക്ഷനിൽ എന്റെ പൊരന്റെ മുന്നിൽ ഡാൻസ് ആണ് BJP-ക്കാരന്റെ. കാരണം ഞാൻ മോഡി തവണ മത്സരിച്ചത്. മോഡി വന്നു. എന്താ പറഞ്ഞ വാഗ്ദാനം? ഒന്നാമത്തെ വാഗ്ദാനം, ഞങ്ങൾ അധികാരത്തിലേറിയാൽ പെട്രോളിന് വില 50 ഉറുപ്പ്യാക്കും. എന്താ അപ്പൊ BJP-ക്കാരൻ പറഞ്ഞു ഞങ്ങൾ 50 ഉറുപ്പ്യാക്കെന്ന് പറഞ്ഞ 1 ലിറ്ററിനല്ല 1/2 ലിറ്ററിനാണ്. പിന്നെന്താ പറഞ്ഞ? ഞങ്ങൾ അധികാരത്തിലേറിയാൽ കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരും. ആ കള്ളപ്പണം നിങ്ങൾ ഓരോർക്കും 15 ലക്ഷം ഉറുപ്പ്യ വീതം തരും. കിട്ടിയ 15 ലക്ഷം കിട്ടിയാൽ കൈവക്ക്. 15 ലക്ഷം കിട്ടിയാക്ക് കൈവക്കിയാൽ ഒരു അക്കൗണ്ടിലേക്ക് കാണിച്ചാൽ 1 ലക്ഷം ഉറുപ്പ്യ ഞാൻ തരും. കാരണം എന്റെ പെൻഷനും കൂടി തരും. ഇനി 1 ലക്ഷം കിട്ടാൻ വേണ്ടി കൈവന്നിക്കണ്ട, ആർക്കില്ല. പിന്നെ പറഞ്ഞെന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2 കോടി ഉറുപ്പ്യ, 2 കോടി തൊഴിൽ 1 വർഷം കൊടുക്കും. 1 വർഷം 2 കോടി, 12 വർഷം 24 കോടി. കിട്ടിയ 24 കോടി തൊഴിൽ 12 വർഷം കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറി 12 വർഷം കഴിയുമ്പോൾ ഉള്ള തൊഴിലവസരങ്ങൾ പോലും ഇല്ലാതാക്കുന്ന സമീപനം മോഡി സ്വീകരിക്കുന്നു. മോഡി ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു. ഇനി വിദ്യാഭ്യാസ മേഖല ശിവപ്രസാദ് പറയും, ഞാൻ പറയുന്നില്ല, എല്ലാം പറഞ്ഞു. ഞാൻ ഇപ്പോൾ 1ാമത് വർഷം തുടങ്ങി കേട്ടാ. പണ്ടൊക്കെ നമ്മൾ 3ഉം 4ഒക്കെയാണ് ഉള്ള സകല പോയിന്റും പറഞ്ഞ നമ്മളെന്ത് പറയാനാ. അതുകൊണ്ട് വിദ്യാഭ്യാസവും പറയും. ശിവപ്രസാദ് SFI നേതാവാണ്, ഉശിരിയുള്ള പ്രാസംഗികനാണ്. നമ്മുടെ പുതിയ കാലത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ചുരുക്കുള്ള നേതാവായിരുന്നു പ്രസംഗിക്കും. എന്താ ഇവർ നടപ്പിലാക്കിയത്? 12 വർഷം അധികാരത്തിലേറി നരേന്ദ്രമോദിയുടെ ഭരണം എന്ത് നടപ്പിലാക്കി? എന്തും നടപ്പിലാക്കിയ ഒന്നും നടപ്പിലാക്കി. നിങ്ങൾ മഴ പെയ്തോളൂ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇതെന്താ പക്ഷെ എല്ലാവരെയും ശ്രദ്ധ അങ്ങോട്ടേക്കാം. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടാകുമ്പോൾ എനിക്കൊന്നും പ്രസംഗിക്കാൻ തോന്നുന്നില്ല. ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിരിക്കുക. പരമാവധി പരിസ്ഥിതി നമ്മോട് കഴിഞ്ഞിന്. ഇങ്ങനെ നല്ല സാധാരണ ചെലവ് 28 വേണ്ടത്. എന്നാലും പരമാവധി കുഞ്ഞാലിയുടെ ഒരു നീതി പുലർത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? 12 വർഷമായിട്ട് ഈ രാജ്യം വർഗീയത ഒരു ഭാഗത്ത് ശക്തിപ്പെടുന്നു. മത തീവ്രവാദം, വർഗീയത രാജ്യത്തെമ്പാടും ഇന്ത്യയുടെ വർഗീയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇവിടെ യോജിച്ച് നിൽക്കേണ്ടത് നമ്മൾ. BJP-യെ തോൽപ്പിക്കാൻ ഒരു യോജിച്ച ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടാവണം. യോജിച്ച ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടായാൽ മാത്രമേ BJP-യെ തോൽപ്പിക്കാൻ ഇനി സാധിക്കൂ. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇന്ത്യയിലെമ്പാടും വിഘടിച്ചു നിൽക്കുന്ന മതേതര പ്രസ്ഥാനങ്ങളെ യോജിപ്പിക്കണം. രാജ്യത്തെമ്പാടും മതേതര പ്രസ്ഥാനങ്ങൾ എത്രയുണ്ട്? മതേതര പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. ഓരോ സംസ്ഥാനത്തും പ്രാദേശികമായ മതനിരപേക്ഷ പാർട്ടികൾ. ആ പ്രാദേശികമായ മതനിരപേക്ഷ പാർട്ടികളെ യോജിപ്പിക്കേണ്ടത് ആരാ? ഇടതുപക്ഷം യോജിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ ശേഷി വെച്ച്. ഞങ്ങൾ ഇന്ത്യയിലെമ്പാടും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മഹാപ്രസ്ഥാനമാണെന്ന് പടയൊന്നും പറയുന്നില്ല. ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട് കുറച്ച്. എന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? കോൺഗ്രസ് എവിടെ? രാജ്യത്തെ മതേതര ചേരിയെ യോജിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ് പങ്കുവഹിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. കോൺഗ്രസ് ഇപ്പോഴും പഴയ വടായും പറഞ്ഞു പോവാണ്. ഞങ്ങൾ വമ്പന്മാരാണ്, ഞങ്ങൾ അത്ര ശക്തി ആർക്കുമില്ല. പേടിയുള്ളത് എന്റെ ഒറ്റ നിന്നോ പറഞ്ഞു രാഹുൽ ഗാന്ധി. നാട്ടിലൊരു പ്രയോഗം ഉണ്ടല്ലോ, പേടിയുള്ളത് എന്റെ ഒറ്റ നിന്നോ. അത് രാഹുൽ ഗാന്ധി പറയുന്നു നിങ്ങളത് എന്റെ ഒറ്റ നിന്നോന്നാ. നടക്കൂലി. ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. ആ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് തന്നെ കോൺഗ്രസ് പാര വെച്ചു. ഞാൻ ഒറ്റ കാര്യം പറയാം. തമിഴ്നാട്ട് ഇലക്ഷൻ ഉണ്ടായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി DMK, സ്റ്റാലിന്റെ പാർട്ടി. അവിടെ ഒരു ഭാഗത്ത് DMK-യുടെ മുന്നണിയിലായിരുന്നു ഞങ്ങളും കോൺഗ്രസും ഒക്കെ, ഇന്ത്യ മുന്നണി. വേറൊരു ഭാഗത്ത് AIDMK BJP, വേറൊരു ഭാഗത്ത് വിജയുടെ TVK, തമിഴ് വെട്രി ഘടകം. ഞാൻ ചങ്ങായിക്കൊന്നും വിചാരിച്ചില്ല കേട്ടാ. TVK തമിഴ്നാടാണോ ജയിച്ചു. പക്ഷെ ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായില്ല TVK-ക്ക്. ഭരിക്കാൻ TVK-ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നപ്പോ മുന്നണിയിൽ കോൺഗ്രസ് DMK വോട്ടും വാങ്ങിച്ച് ജയിച്ച DMK കോൺഗ്രസ് യാതൊരു ചോദ്യവും ഉത്തരവില്ലാതെ ഞങ്ങൾ TVK-യോടൊപ്പം എന്ന് പറഞ്ഞു. ശരിയാണോ? കോൺഗ്രസിന് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ്. ആ മതേതര പാർട്ടി വഹിക്കേണ്ട റോളുണ്ട്. ആ റോൾ മതേതര പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കണം BJP ഒഴിവാക്കാൻ വേണ്ടി. അവർ യാതൊരു ഉത്തരവാദിത്വം കാണിക്കാതെ TVK എന്ന മുന്നണിയിലേക്ക് ചാടി. അവിടെയാണ് ഞങ്ങൾ അതിനെ നമിക്കേണ്ടത്. ഞങ്ങൾക്ക് 2, CPI-ക്ക് 2, 4. വിജയുടെ പാർട്ടിക്ക് ഭരിക്കാൻ ഞങ്ങളുടെ കൂടി പിന്തുണ വേണം. ഞങ്ങൾ ചർച്ച ചെയ്ത് 2 ഇടതുപക്ഷവും നേരെ സ്റ്റാലിനെ കണ്ടു. ഞങ്ങൾ നിലപാട് സ്വീകരിക്കണം. പിൻവാതിലൂടെ BJP-ക്ക് ഭരിക്കാൻ അവസരം കൊടുക്കണോ അതോ ഞങ്ങൾ വിജയെ പിന്തുണക്കണോ? സ്റ്റാലിൻ പറഞ്ഞു നിങ്ങൾ പിന്തുണച്ചോ. അതാണ് രാഷ്ട്രീയം.
അതാണ് രാഷ്ട്രീയത്തിലെ മാന്യത. ആ രാഷ്ട്രീയത്തിലെ മാന്യത കാണിക്കാതെ, യാതൊരു മടിയുമില്ലാതെ, യാതൊരു സത്യസന്ധതയുമില്ലാതെ കോൺഗ്രസ് മറുകണ്ഠം ചാടി ടിവിയുടെ കൂടെ. ഇതാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയാ. കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാലത്തും അവസരവാദ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത്. ആ അവസരവാദ രാഷ്ട്രീയ നിലപാടാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് ഇങ്ങനെ എത്തിച്ചത്. എത്രയുള്ള സീറ്റ്, എത്രയവരുടെ സീറ്റുള്ളത്? ഒരു കാലഘട്ടത്തിൽ എന്റെ ഓർമ്മയിൽ 400 സീറ്റുമായി അധികാരത്തിൽ വന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. 400 സീറ്റ്. ആ 400 സീറ്റുമായി അധികാരത്തിൽ വന്ന കോൺഗ്രസിന് ഇന്ന് കഷ്ടിച്ച് 3 അക്കം തികക്കാൻ സാധിച്ചത് മതേതര പാർട്ടിയുടെ യോജിപ്പാ. മതനിരപേക്ഷ പാർട്ടിയുടെ യോജിപ്പ് കൊണ്ട് മാത്രമാണ് അവർക്ക് 3 അക്കത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. എന്നിട്ടിപ്പോ ചെയ്യുന്നുണ്ടാ? ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, BJP എന്ന മഹാവിപത്തിനെ മാറ്റി നിർത്താൻ മതേതര പാർട്ടിയുടെ യോജിപ്പുണ്ടാവണം. ആ യോജിപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഇവിടെ എന്താ പറയുന്നത്? കോൺഗ്രസ് ഓരോ സംസ്ഥാനത്ത് ഓരോ നിലപാടാ. കേരളത്തിലെത്തുമ്പോ ഞങ്ങൾ ആക്ഷേപിക്കുന്നവരെ പണി CPM-ന്, ഇടതുപക്ഷത്ത്. ഇടതുപക്ഷമല്ല നിങ്ങളുടെ ഭീഷണി. ഇടതുപക്ഷം ഒരു കാര്യം, ഞങ്ങളെ വിശ്വസിക്കാമെന്ന് ഞങ്ങൾ 2004 തെളിയിച്ചതാ. 2004 കോൺഗ്രസ് വെന്റിലേറ്ററായിരുന്നു. ആ വെന്റിലേറ്ററായ കോൺഗ്രസിന് ICUലേക്ക് മാറ്റിയത് എങ്ങനെയാ? അന്ന് ഞങ്ങൾ പിന്തുണച്ചോണ്ടാ. ഞങ്ങളന്ന് കള്ളക്കളി കളിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ കോൺഗ്രസ് മരിക്കേണ്ടതാ. വെന്റിലേറ്ററായ കോൺഗ്രസിന് വെന്റിലേറ്റർ മാറ്റി ICUലാക്കി, ICU റൂമിലേക്ക് മാറ്റി നടക്കാൻ പാകത്തക്ക നിലയിലേക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റി തീർത്തത് CPM ഇടതുപക്ഷമാ. കാലിന് ശക്തി വന്നപ്പോ ആദ്യ ചവിട്ട് ഞങ്ങളുടെ മൂർത്തിക. ഇതാ കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ ഞങ്ങൾ പറയാൻ കാരണം. വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം കോൺഗ്രസിന്റെ ഈ കളിയാണ്. ഒരു കാലത്തും ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അനുഭവമാണ് ഇതിന്റെ. അതുകൊണ്ട് കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റുമോ? കോൺഗ്രസ് പേടിയുള്ളത്. കോൺഗ്രസ്സുകാർ പണ്ട് ഞങ്ങളെ കളിയാക്കും, നിങ്ങൾ പേടിയുള്ള സഖാക്കളെ നിങ്ങൾ പേടിയുള്ളത്. കേരളത്തിൽ വന്നു ഞാൻ പിന്നീട് പറയാ കാര്യം. നിങ്ങൾ ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ച പാർട്ടിയാ. ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വാരിപ്പിളർന്ന പാർട്ടിയാ. ആ പാർട്ടിയുടെ അവസ്ഥ എന്താ? ഇന്ത്യയിൽ അങ്ങേയറ്റം ദുർബലമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, വിശാല ജനാധിപത്യ മതേതര ചേരിക്ക് മാത്രമേ BJP തകർക്കാൻ പറ്റൂ. BJP തകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം എന്താ? CJP വന്നില്ല. CJP യൂത്താണ്, ഒരു രാഷ്ട്രീയമില്ലാത്തവരാ. ജെൻസിയും ജൻ ആൽഫയും അടങ്ങുന്ന ചെറുപ്പക്കാർ അവർ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോ ആ പ്രതിഷേധത്തിൽ മോഡിയുടെ അധികാരം അടങ്ങിയില്ലേ? അതിന് സമാനമായി മോഡി ഭരണം ഇനിയും വളരും. കാരണം മോഡി അധികാരത്തിലേക്ക് വന്നത് രാമനെ കാണിച്ച 80കളുടെ അവസാനം രാമായണം കണ്ടിട്ടുണ്ടാവില്ല ആൾക്കാർ. രാമായണം കണ്ട് ശ്രീരാമനെ ബഹുമാനിച്ച് ആ രാഷ്ട്രീയം ഇന്ത്യ ഇളക്കിവിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് BJP അധികാരത്തിലേക്ക് വന്നത്. അധികാരത്തിൽ വന്ന ഇപ്പം നടക്കുന്നത് അയോധ്യയിൽ മോഷണമാണ്. മോഷണം എന്ന് പറയുമ്പോ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന കാണിക്ക, വിശ്വാസ സമൂഹം നൽകുന്ന അവരുടെ നേർച്ചയുടെ ഭാഗമായ കാശ്, അത് കട്ട കള്ളന്മാരുടെ പാർട്ടിയാണ് BJP. അയോധ്യയിലെ കാശ് കള്ളാക്കാൻ മടിയില്ലാത്തവർ, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയവർ, ആ രാമക്ഷേത്രം ഇന്ന് കൊള്ളക്കുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ സമൂഹം BJPക്കെതിരെ, വിശ്വാസികളെതിരെ, യൂത്തും വിശ്വാസികളെതിരാകുമ്പം സ്വാഭാവികമായും 2029 മോഡി യുഗം അവസാനിക്കും. അവിടെ ഉത്തരവാദിത്വം കാണിക്കണം മതേതര പാർട്ടികൾ. ഞങ്ങൾ ഉത്തരവാദിത്വം കാണിക്കും. ഞങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കില്ല. മതേതര വോട്ടുകൾ യോജിപ്പിക്കാൻ കോൺഗ്രസ് മുന്നിലുണ്ടാകുമോ? കോൺഗ്രസിനെ വിശ്വസിക്കാൻ സാധിക്കുമോ? കോൺഗ്രസ് നേതാക്കന്മാരുണ്ടാ. രാഹുൽ ഗാന്ധി നിങ്ങൾ MP ആയില്ലേ? നിങ്ങളുടെ MP ആണ്. അമേഠിയിൽ ജയിച്ചപ്പോ ഇവിടെ രാജിവെച്ചു, അവിടെ MP ആയിപ്പോ. പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നു, അവരാണ് ഇപ്പൊ MP. നിങ്ങൾ നേതാക്കന്മാർക്ക് മത്സരിക്കാൻ ഈ വയനാടേ ഉള്ളൂ. 2 ദേശീയ നേതാക്കന്മാർ കോൺഗ്രസിന്റെ 2 നാഷണൽ മുഖങ്ങളാണ്. എന്താ ഇവർ കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നത്? അതിൽ നിന്ന് മനസ്സിലായില്ലേ? മതേതര ജനാധിപത്യ ചേരി യോജിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ ഇപ്പോഴും കാണുന്നു ഇടതുപക്ഷമാണ് മുഖ്യ ശത്രുക്കൾ. അതവർ കാണുന്നത്. ഇടതുപക്ഷം ശത്രുക്കളല്ല. 2004 ഞങ്ങൾ കാണിച്ചു, പരസ്പരം മത്സരിച്ചു ഞങ്ങൾ ജയിച്ചുവെങ്കിൽ 2004 കോൺഗ്രസിന് UPA മുന്നണി ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത രാഷ്ട്രീയ നേതാവിന്റെ പേര് ഹർകിഷൻ സിംഗ് സൂർജിത്ത് എന്ന. ആ സൂർജിത്ത് എന്ന ദീർഘവീക്ഷണ രാഷ്ട്രീയ നേതാവ് അന്നൊരു മുന്നണി ഉണ്ടാക്കി UPA. ആ UP ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് നന്ദി നാം പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോ കേരളം വല്ലാത്ത തോൽവിയാണല്ലേ? ഇങ്ങനെ നോക്കും നമ്മളും വിചാരിച്ചില്ല. തുറന്നു പറയാല. എല്ലാവരും വരുന്ന ആഫീസ് എന്റെ ആഫീസാണ്. എല്ലാവരും വരും. ലീഗുകാരും വരും, കോൺഗ്രസ്സുകാരും വരും, നമ്മുടെ പാർട്ടിക്കാരും വരും. നമ്മളെങ്ങനെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യും. നമ്മളൊരു 3ാം ഭരണം പ്രതീക്ഷിച്ചു ഞങ്ങളെല്ലാവരും. ഞാനും വിചാരിച്ചു 2011 സമായിരിക്കും. 2011 നിങ്ങൾക്ക് അറിയാല, ഒരു 2020 മാച്ച് പോലെ. അല്ലെങ്കിൽ 2022 അർജന്റീന ഫ്രാൻസ് ഫൈനൽ പോലെയാ. ഇപ്പോഴത്തെ കളി നോക്കാമോ? ഫാൻസായിട്ട് നിങ്ങൾ അർജന്റീനക്കാരുണ്ട്. ഞാൻ അർജന്റീനയുടെ ആളാണ്. 120 കളി കണ്ടിട്ട് ഉറക്കം പോയി നടന്ന പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. 2022 വേൾഡ് കപ്പ് ഫൈനൽ പോലെയാ ഞാൻ 2011 ഇലക്ഷൻ കണ്ടത്. ഏതാണ്ട് അതിന് സമാനം. ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ എന്താ ഞാൻ വിചാരിച്ചത്? ഒരു 68-72. നമ്മളാ വരുന്നെങ്കിൽ ഒരു 71-72, അവരാ വരുന്നെങ്കിൽ 75-76.
അവരെ നേതാക്കന്മാർ സ്വകാര്യം വിളിച്ചു പറഞ്ഞു, സ്പീക്കറെ നമ്മൾ വരും, പക്ഷെ 25-26 എണ്ണം തുടങ്ങി. ആദ്യം പോസ്റ്റലാണ്, നമ്മൾ ലീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ തന്നിച്ചിരിക്കുന്നത് ലീഡിംഗ് ആണ്. പോസ്റ്റൽ വന്നപ്പോൾ നമ്മൾ ലീഡാണ്. നമ്മൾ വിചാരിച്ച പല കാര്യങ്ങൾ പോകുന്നു. അവസാനം മറ്റൊന്നും എണ്ണിയല്ല, എട്ടും അങ്ങ് ഒളിച്ചു പോയത്. ഏതാ തോൽവി? ഏത് ജാതി തോൽവിയാണ്? എന്റെ നാട്ടിൽ പയ്യന്നൂർ തോറ്റു, പിന്നെ നിലമ്പൂർ തോറ്റ വല്ല കാര്യമുണ്ടോ? പയ്യന്നൂർ തോറ്റാ പിന്നെ വണ്ടൂർ എണ്ണേണ്ട കാര്യമില്ല. പയ്യന്നൂർ തോറ്റാൽ വണ്ടൂർ എണ്ണേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളത് വിട്ടുകൊടുക്കുന്നതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പരാജയം കേരളത്തിലുണ്ടായി. പരാജയത്തിന്റെ കാരണം ഞങ്ങൾ കേട്ടു ജനങ്ങളോട്. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിനയത്തോടെ പരാജയം ഏറ്റുവാങ്ങി. പരാജയത്തിന്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു, വിനയത്തോടെ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇനിയും ഇറങ്ങും. ഓരോ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോഴും ഞങ്ങൾ എഴുതി തള്ളണ്ട. 2019 പാർലമെന്റ് ഞങ്ങൾ തോറ്റു. 19 ഓർക്ക് നമുക്ക് ഒന്നാ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്നത്തെ സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി തയ്യാറാക്കിയ രേഖ ഇങ്ങനെ പറയുന്നു: ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നു, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവർ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യില്ല എന്ന നിഗമനത്തിലേക്ക് എത്തരുത്. അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. വണ്ടൂരിലെ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യില്ല, ഇനി ഒരു ചെയ്യൂല, എന്താ ചെയ്യണ്ട, ഇനി മുടിഞ്ഞു പോട്ടെന്ന് പറയില്ല. വിനയത്തോടെ ജനങ്ങൾ ഇറങ്ങണം. 2019 പാർട്ടി രേഖ ഞാൻ ആവർത്തിക്കുന്നു: ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവർ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യില്ല എന്നും, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ചെയ്യും എന്നും ധാരണയിലേക്ക് എത്തരുത്. അതുകൊണ്ട് വിനയത്തോടെ ഈ വിധി ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇറങ്ങുന്നു. നമുക്കെല്ലാം കൂട്ടായി ജനങ്ങളിലേക്ക് ഇറങ്ങാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2029 പാർലമെന്റോടുകൂടി തിരിച്ചു വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞാൻ 2 ലക്ഷം പറയാം. 77 ഞാൻ ജനിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് 77 പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ചരിത്രം വായിച്ച് അറിവ് വെച്ച് പറയാം. 77 മക്കത്തില 17 സീറ്റാ, ആകെ 26. എംപയിൽ നമ്മൾ വന്നില്ലേ? മുടി നരച്ചവർക്ക് അറിയാലോ അല്ലെ? മുടി നരച്ചവർക്ക്. ഇനി മുടി കറപ്പിച്ച ആൾക്കാരുണ്ടാവും, ഓർക്കും അറിയാലോ. നരച്ച മുടി കറപ്പിച്ചാൽക്കും അറിയാം. 80 നായനാര് വന്നില്ലേ? ഇനി എന്റെ ഓർമ്മ പറയാം, 2001 അന്നാണ് ആദ്യത്തെ വോട്ടിംഗ് മെഷീൻ. മറ്റേതാകും നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. കയറ്റം ഇറക്കം 11 മണി 12 മണി രാത്രി 1 മണിക്ക് റിസൾട്ട് വരിക. അപ്പൊ ചിലപ്പോൾ ഉറങ്ങി പോയിട്ടുണ്ടാവും, പിന്നെ രാവിലെ നമ്മൾ അറിയുള്ളൂ. ഇതങ്ങനെയല്ല, ഒരു ഞെക്കൽ ഞെക്കുമ്പോൾ തന്നെ വോട്ടിംഗ് കൊണ്ട് വരികയാണ്. 2001 10 മണിയാകുമ്പോഴേക്ക് എല്ലാം തീർന്നിന്. 100 ഓർക്കും, നമുക്ക് 40. 100 ഓർക്ക്, നമുക്ക് 40. അന്ന് എന്റെ മണ്ഡലത്തിൽ കോടിയേരിയ സ്ഥാനാർത്ഥി. ഞാൻ ഇലക്ഷന്റെ ഒരു മുഖ്യ ചുമതലക്കാരനായിരുന്നു. SFI ഈ ശിവപ്രസാദിനൊക്കെ പോലെ SFI. അപ്പൊ കോടിയേരി പറഞ്ഞോടോ, നീ പോയി ലഡു മേടിച്ചിട്ട് വാ. ഞാൻ ബൂത്തിന്റെ കൗണ്ടിംഗ് സ്റ്റേഷന്റെ പുറത്തുനിന്ന് ബേക്കറിയിലേക്ക് റോട്ടുമേൽ ആരുമില്ല. ഇവിടെ നിങ്ങൾ ആരിറങ്ങിയാലുണ്ട്, അതുപോലെയാ തലശ്ശേരി ടൗൺ ആരുമില്ല. ലഡു മേടിച്ചു വന്നു, ആർക്കും ഇറങ്ങുന്നില്ല. ലഡു കൊടുക്കുന്ന അവസാനം മരിച്ചവരെ നിന്ന് പോലെയാ. തിന്നണ്ടേ? കോടിയുടെ വായിൽ ഒരു കഷ്ടം ഞാൻ വെച്ചു കൊടുത്തു. മൂപ്പർ എന്റെ വായിലും വെച്ച് തന്നു. ആർക്കും ഇറങ്ങുന്നില്ല. 2001 140. പക്ഷെ 2004 കേരളത്തിന് ഇതുവരെ എന്നുള്ള ചരിത്രത്തിൽ 18 പാർലമെന്റ് സീറ്റുമായി ഇടതുപക്ഷം സഖാവ് കുഞ്ഞാലിയുടെ പാർട്ടി തിരിച്ചു വന്നു. ഓർമ്മയില്ലേ? അതുകൊണ്ട് നിരാശയ്ക്ക് യാതൊരു അടിസ്ഥാനം ചലം ചോദിക്കല്ല, സ്വകാര്യം ചോദിക്കും. സഖാവ് വല്ല രക്ഷയുണ്ടാവോ? നിരാശയുടേതായ ഒരു സാഹചര്യം കേരളത്തിലില്ല. വർദ്ധിത വീര്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കേരളത്തിൽ തിരിച്ചു വരും. അതിന്റെ സാഹചര്യം ഉണ്ട്. എന്താ നമ്മൾ തോക്കാൻ കാരണം? തോക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലെ ചില കാരണങ്ങൾ പാർട്ടി ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഫിത്ന പറച്ചിലാണ്. പിണറായി വിജയനും മോഡിയും തമ്മിൽ അന്തർധാര. എന്താ പറഞ്ഞ? പിണറായി മോഡിയും തമ്മിൽ അന്തർധാര. പിണറായി വിജയൻ മുണ്ടെടുത്ത മോഡിയാ. ഇതാണ് പ്രചരിപ്പിച്ചത്. ഇത് പ്രചരിപ്പിച്ചത് UDF, കോൺഗ്രസ്, ലീഗുവാ. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആസൂത്രിതമായി ആ കഥ പ്രചരിപ്പിക്കപ്പെട്ടു. മതേതര മനസ്സിനകത്ത് ചെറിയൊരു മോഹഭംഗം ഉണ്ടായി. മതേതര മനസ്സിലെ മോഹഭംഗം, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക, ഇതെല്ലാം ചേർന്നപ്പോ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായി. ഒപ്പം ഒരു തുടർച്ചയെ ഞങ്ങൾ ഭരിക്കല്ലേ എന്നേ ഇവർ മാറി നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ തോറ്റത്. 35 സീറ്റ് നമുക്കുള്ളൂ. ഇപ്പൊ 35, 102 ഓർക്ക്, 35 ഞങ്ങൾക്ക്, 3 സീറ്റ് BJPക്ക്. അതിൽ ഞങ്ങളുടെ പല കോട്ടകൊത്തളങ്ങളും തകർന്നടിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട്, ഇതിനപ്പുറത്ത് ഒരു പാർട്ടി എന്ത് സ്വയംവർഷം നടത്തണം. സ്വയംവർഷം നടത്തി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയംവർഷം നടത്തി. പിന്നെ അയ്യപ്പ സംഗമം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിയുടെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുക? പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു സഖാക്കളെ നിങ്ങൾ തെറ്റ് വച്ചിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. പോരായ്മ സംഭവിച്ചിട്ടുണ്ട്, ആ പോരായ്മ തിരുത്തി വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. ഇനി അപ്പുറത്ത് വന്നല്ലോ, ഞങ്ങളൊന്നും മുന്തൂലേട്ടാ. കാരണം ഇപ്പം മധുവിധ കാലല്ലേ, ഉയ്യാപ്പിളാർക്ക് തക്കാരം കൊടുക്കും ഇഷ്ടം പോലെ. ഇപ്പൊ തക്കാരം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്താ സ്ഥിതി?
ആദ്യത്തെ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 102 സീറ്റുമായി അധികാരത്തിലേക്ക് വന്നവർക്ക് ആദ്യ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 3 പേരല്ലേ മത്സരിച്ചത്? അവസാനം ചെന്നിത്തല തൂഫാനാക്കി വിട്ടു. മൂപ്പറം കൊണ്ടങ്ങ് പോയി. സതീശൻ ഇരിക്കുക, ബഹുമാനപ്പെട്ട നേതാക്കന്മാരാ, എല്ലാവരോടും വലിയ ബഹുമാന. 2 മാസം തികഞ്ഞ് 3-ാം മാസത്തിലേക്ക് പോകുമ്പോൾ എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന് പറ. പവർ കട്ട് തിരിച്ചു വന്ന് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കാലത്ത് വല്ല തടസ്സമുണ്ടായോ സീരിയൽ കാണാൻ? ഞങ്ങളുടെ കാലത്ത് സിനിമ കാണാൻ വല്ല തടസ്സമുണ്ടായോ? എന്താ കുടുംബശ്രീ സാവിത്രിയാ? വല്ല തടസ്സമുണ്ടായോ അത് കാണാൻ? ഇപ്പൊ കുടുംബശ്രീ സാവിത്രിയും ഇല്ല, ഫുട്ബോളും ഇല്ല. ഞാൻ എന്റെ അനുഭവം പറയാം. അർജന്റീനയും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ, രാവിലെ കളി. രാവിലെ ഉണ്ട് മെനക്കെട്ടായിരുന്നിന് 1-1 എക്സ്ട്രാ ടൈമിലേക്ക് പോയി. ലാസ്റ്റ് 3 മിനിറ്റ് ബാക്കി, അപ്പോൾ 5 മിനിറ്റ് ബാക്കി. അന്നേരം അർജന്റീന 2 ഗോൾ അടിച്ച് ഞാൻ കണ്ടില്ല. കറണ്ട് പോയിന്, ഞാൻ കണ്ടില്ല. കാരണം എന്താ? കറണ്ട് പോയിന്. ഇടതുപക്ഷത്തിന്റെ 10 വർഷക്കാലം പവർ കട്ടുണ്ടായോ? ഇടതുപക്ഷത്തിന്റെ 10 വർഷക്കാലം ലോഡ് ഷെഡിംഗ് ഉണ്ടായോ? പറ നിങ്ങൾ. ഞങ്ങൾ മാറണം, UDF വരട്ടെ, അവർ ഭരിക്കട്ടെ, അവർ ഐശ്വര്യ സമ്പൂർണ്ണമാക്കി മാറ്റും. കേരളത്തെ മാറ്റിയോ? എങ്ങനെയുണ്ട്? 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെ മാറ്റി അധികാരത്തിലേക്ക് വന്നവർ 2 മാസം തികയുമ്പോഴേക്കും പവർ കട്ടും ലോഡ് ഷെഡിംഗും തിരിച്ചു വന്നിരിക്കുന്നു. ഇതാണ് ഭരണം. 2 മാസം തികയുമ്പോൾ പവർ കട്ട് ലോഡ് ഷെഡിംഗ് തിരിച്ചു വന്നു. ഇനി മലയോര മേഖലയല്ലേ? ഞാൻ മലയോരത്തുള്ള ആളല്ല, തീരദേശത്ത. ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ആന, പുലി, പന്നി, അതല്ലേ? ആന ആളെ ചവിട്ടിക്കൊല്ലുന്നു, പുലി ആന കടിച്ചു കൊല്ലുന്നു, മുള്ളം പന്നി ആളുകളെ വന്ന് വാഹന അപകടത്തിൽ വിട്ട് മരിക്കുന്നു. നിയമസഭ ചർച്ചയുടെ കാര്യമാണ്. ഞങ്ങളുടെ ഭരണം വരുമ്പോ ആന ചവിട്ടിക്കൊന്നാൽ അത് ഭരണപരാജയം. നിങ്ങളുടെ ഭരണത്തിൽ ആന ചവിട്ടിക്കൊന്നാൽ അത് മാർക്സിസ്റ്റ് ആന, അതല്ലേ പറയുന്നത്? ഇപ്പൊ അങ്ങനെ അത് മാർക്സിസ്റ്റ് ആനയാ. എത്ര പേരെ ചവിട്ടിക്കൊന്നു? 2 മാസം കഴിയുമ്പോ UDFന്റെ ഭരണം വന്നു, ആന ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു. പരാതി പരിഹരിക്കാൻ കഴിഞ്ഞോ? പിന്നെ അടുത്തെന്താ? അടുത്തത് സ്ത്രീകളുടെ ബസ് പാഞ്ഞു കയറിക്കോന്ന് പറയുന്നു. പ്രിയദർശിനി ബസ് കയറിയ പൈസ കൊടുക്കണ്ട, കയറിക്കോന്ന് പറയും. എത്ര കാലം ഉണ്ടാകുന്നു? പുത്തനച്ചി പുറപ്പുറം തൂക്കുന്ന സ്ത്രീകൾ എതിരും തോന്നുന്നു. മംഗലം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് സ്ത്രീയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അടിച്ചു വാരില്ലേ ലേബറേറ്റുകൾ എല്ലാം ഉഷാറായിരിക്കും. പിന്നെയാണല്ലോ മെല്ലെ മെല്ലെ തുടങ്ങാൻ. എല്ലായിടത്തും അങ്ങനെയല്ല, ചില മുറുമുറുപ്പ. ഞാനൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ മുസ്ലിം കൾച്ചർ കല്യാണം ഞാൻ പുതിയാപ്പിളായി പോകാം. ഇവിടെ അങ്ങനെയല്ല. എവിടെ നിങ്ങൾ പ്രിയദർശിനി ബസ് കൊണ്ടുവന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തു. എത്ര കാലം ഓടും ഇത്? ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും, നല്ല കാര്യം. പക്ഷെ എല്ലാ കാലത്തും ഉണ്ടാവണം. നിങ്ങൾ ഒരു ഭാഗത്ത് പ്രിയദർശിനി ബസ് സർവീസ് നടത്തുമ്പോൾ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ കൊടുത്ത 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എവിടെ? സ്ത്രീ സുരക്ഷാ പെൻഷൻ ലീഗൽ പറയുന്നു, അത് പകരം നിങ്ങൾ ബസ് കയറിക്കുന്നു. അങ്ങനെയുണ്ട്. 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇല്ല, പകരം ചോദിക്കും ബസ് കയറിക്കുന്നു പറയുന്നത്. എങ്ങോട്ട് പോകണം? എല്ലാവരും ബസ് കയറി ഇഷ്ടപ്പെടുന്ന ആളാ. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇല്ല, പവർ കട്ട് തിരിച്ചു വന്നു. അതുപോലെ വന്യമൃഗ ശല്യം വർദ്ധിത വീര്യത്തോടെ കേരളത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഭരണം. ഇത് മാത്രമാണോ? ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഞങ്ങൾ RSSുമായി അഡ്ജസ്റ്റ്മെന്റ് എന്നാ. നിങ്ങളുടെ ഭരണം. ഞാനുണ്ടായിരുന്നു ചടങ്ങിൽ. സ്പീക്കർ പോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സ്പീക്കർ രാജിവെക്കണ്ട. സ്പീക്കർ പോസ്റ്റ് റിലിംഗ്വിഷിംഗ് ആണ്. സ്പീക്കർ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് പോക്കാ. പുതിയ സ്പീക്കർ വന്നാൽ പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത May 18 എന്നെ വിളിച്ചിരുന്നു. സ്വാഭാവികമായും ജനാധിപത്യത്തിന്റെ മര്യാദ. ഞാൻ പോയി ചടങ്ങിൽ. ഞാൻ മാത്രമല്ല, ഔട്ട് ഗോയിങ് മുഖ്യമന്ത്രി ഉണ്ടായി. നിങ്ങളെ പോലെയല്ല ഞങ്ങൾ. ഞങ്ങൾ അധികാരമേൽക്കുന്ന 2021 ക്ഷണിച്ചു, നിങ്ങൾ വന്നില്ല, നിങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷെ ഞങ്ങൾ ജനാധിപത്യത്തിൽ ജനങ്ങളെ ബഹുമാനിക്കുന്നവർ, ആദരിക്കുന്നവർ. ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഞങ്ങൾ വരാൻ ബാധ്യസ്ഥരാ. ഞങ്ങൾ വന്നു. അങ്ങനെ തുടങ്ങി വന്ദേ മാതരത്തിലെ ഭൂരിഭാഗ വരികളും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യ പോലുള്ള രാജ്യത്ത്, ബഹുസ്വര നാട്ടിൽ നിങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കണം എന്ന പാട്ട് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ആരാധിക്കാനായിട്ട് മുസ്ലിങ്ങൾക്ക് സാധിക്കുക? അതുകൊണ്ടാണ് ദേശീയ ഗീതമായി മാറാതിരുന്നത്. അത് ആരംഭിച്ചില്ലേ? നിങ്ങളുടെ കോംപ്രമൈസ് ആണ്. നിങ്ങൾ RSSുമായി കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത്. 1. 2 PMശ്രീയിൽ നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സർക്കാർ ഒപ്പുവെച്ചിരുന്നു. നിങ്ങളുടെ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ PMശ്രീ ആദ്യം ഒപ്പുവെച്ചത് അശോക് ഗെഹ്ലോട്ടിന്റെ രാജസ്ഥാനാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. രീതി പറഞ്ഞത് ഇല്ലാത്ത കാര്യമാണ്. ഹിമാചൽ പ്രദേശ് നിങ്ങൾ ഒപ്പുവെച്ചു, നിങ്ങളുടെ സർക്കാരാണ്. നിങ്ങൾ അംഗീകരിച്ചില്ല. അത് വെറുതെ പറയുന്ന സഖാക്കള്. കർണാടക സിദ്ധരാമയ്യ ഒപ്പുവെച്ചിരുന്നു. ഞങ്ങൾ ആക്ഷേപിക്കാൻ പറഞ്ഞു RSSും CPM അന്തർധാര. ഇപ്പൊ എന്തായി? ലീഗ് പറ. നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ ജയിച്ചാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMശ്രീ അറബിക്കടലേക്ക് വലിച്ചെറിയും. ഒരിഞ്ഞോ? PMശ്രീ വല്ല സ്രാവ് മുറിഞ്ഞോ? നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഓരോ ആരോപണങ്ങൾ ഇപ്പൊ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ പറഞ്ഞു ഗവർണർ ആരാ? ഗവർണർ എന്നത് സർക്കാരിന്റെ തീരുമാനപ്രകാരം പ്രവർത്തിക്കേണ്ട ആളാ. നിർഭാഗ്യവശാൽ കേരളത്തിൽ BJP ആ സംവിധാനം തട്ടിപ്പറിച്ചിരിക്കുന്നു. ഞങ്ങൾ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞു ഈ ഗവർണർ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ സഭക്കകത്ത് പറഞ്ഞെന്താ? ഞാൻ കേട്ടത് നടക്കിരുന്നിട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്താ UDF ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ ഗവർണറെ പിന്തുണച്ചു. ഇപ്പോഴോ സർവകലാശാലകൾക്കകത്ത് VCമാരായി RSS വന്നിരിക്കുന്നു. അതിന് ഗവർണർ ഒപ്പുവെക്കുന്നു. നിങ്ങളുടെ നിലപാടെന്താ? അപ്പൊ എല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലും നിങ്ങൾ RSSനും സംഘപരിവാറിനും കീഴടങ്ങുന്നു. ഇത് ആരുടെ ഭരണം? ഇത് UDF അല്ല, UDA ഭരണമാണ്.
ഇതിന് യു ഡി എഫ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇത് BJP-യും UDF-ഉം NDയും അടങ്ങിയ UDA മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇവിടെ ഉണ്ടാകുന്ന ഓരോ കോംപ്രമൈസുകളും. ഇതിന് മുന്നിൽ കേരളം കീഴടങ്ങാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങളെല്ലാം ക്ഷമാപൂർവ്വം കാണുകയാ. ഒരു ക്രിക്കറ്റ് ഫുട്ബോൾ കളി കാണുന്നവർ ഞങ്ങൾ ഇതിന് കാണുക. പക്ഷെ ഇതിങ്ങനെ തുടർന്നാൽ, നിങ്ങൾ ജനവിരുദ്ധ നയങ്ങൾ സംഘടിതമായി നടപ്പിലാക്കി മുന്നോട്ട് പോയാൽ അതിനെതിരെ തീവ്രമായ ജനരോഷം ഇവിടെ ഉയർന്നു വരും. ആ ജനരോഷത്തിന് മുന്നിൽ നിങ്ങൾ അട്ടിമറിക്കപ്പെടും എന്ന കാലം വിദൂരമല്ല. ആ ജനരോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കുഞ്ഞാലിയുടെ പാർട്ടി മുന്നിലുണ്ടാകും. ഞങ്ങൾ ഇപ്പൊ നോക്കുകയല്ലോ. ഇപ്പൊ സമരം ചെയ്യുന്നത് ശരിയല്ല, അതിതീക്ഷമായ സമരം. പക്ഷെ ഞങ്ങൾ നോക്കുകയാണ്. നിങ്ങളുടെ തമ്മിൽ കുത്ത്, നിങ്ങളുടെ തൊഴുത്തിൽ കുത്ത്, നിങ്ങളുടെ പാരവെപ്പ് എല്ലാം ഞങ്ങൾ കാണുകയാ. എന്താ ഇപ്പൊ വരണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാ. VD സതീശന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അവസരം കുത്താൻ വേണ്ടി മറുഭാഗം തയ്യാറാണ്. ഞങ്ങളല്ല കേട്ടോ, നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയിട്ടാണെങ്കിൽ, ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിനെതിരെ തീക്ഷണമായ സമരത്തിന് സഖാവ് കുഞ്ഞാലിയുടെ പാർട്ടി മുന്നിലുണ്ടാകും. അതുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭം ഈ കേരളം സാക്ഷ്യം വഹിക്കും. ആ ജനകീയ പ്രക്ഷോഭത്തിന് നിങ്ങളെല്ലാം മുന്നുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് സഖാവ് കുഞ്ഞാലിയുടെ വെടിക്കുന്ന ശ്രമങ്ങൾക്ക് മുന്നിൽ ഒരു രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും CPM അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്.